ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ എൻ്റെ ഇക്കാക്ക് കൊടുത്തൊരു കുഞ്ഞു പാർട്ടി വ്ളോഗാണ് കേട്ടോ. കുറേ ആയിട്ട് വിചാരിക്കുക ഇക്കാക്കൊരു നല്ല ട്രീറ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അതിന് സമയം ഒത്തു വന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയേക്കാം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എൻ്റെ വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പാർട്ടിക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകിട്ട് ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിക്കലേക്കാണ് കേട്ടോ ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്യണത്. ഫസ്റ്റ് തന്നെ പുഡിങ് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ദാ ഇന്നത്തെ ഈ ഒരു പുഡിങ് റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഒരു സൽക്കാരം വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടൊരു പുഡിങ് റെസിപ്പി കൂടെയാണ് കേട്ടോ. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നമ്മുടെ കിച്ചണിലോട്ട് പുതിയൊരു ടാപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ടാപ്പ്. ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പാണ്, കാണാനൊക്കെ നല്ല ലുക്കാണ് കേട്ടോ. ആ ഒരു ലുക്ക് കണ്ടിട്ട് എടുത്തതായിരുന്നു. നമ്മൾ ആ ടാപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്ന പാടെ തന്നെ ഇക്കത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാനത് ഷെയർ ചെയ്യാൻ വിട്ടുപോയതേനു. അപ്പോൾ ദാ ഈ ഒരു ടാപ്പ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. സംഭവം കാണാനൊക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട്, അതായത് ഭയങ്കര ഹൈറ്റിൽ നിന്ന് വെള്ളം ഫോഴ്സിൽ വന്നു കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകുമ്പോൾ തെറിക്കുന്നുണ്ട് കേട്ടോ. ഫോഴ്സ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ആ പുതിയ ടാപ്പ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 3000 രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ദാ ഞാൻ ഈ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴവും ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫ്രൂട്ട്സാണ് കേട്ടോ ഞാൻ എടുക്കാറ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പുഡിങ്ങിൽ ഈ നേന്ത്രപ്പഴവും ആപ്പിളും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 നേന്ത്രപ്പഴം 1 ആപ്പിളും എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ കൂടെയുള്ള സ്ഥിതിക്ക് അതൊന്നും നടക്കൂല. അങ്ങനെ ദാ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ ഇക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഉപ്പച്ചിയും മക്കളും എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ എന്താവശ്യത്തിന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ടാണ് പോവാറ്. ഞാനും കൂടെ പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും ജോലികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പോരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇറങ്ങി പുറപ്പെടും. പക്ഷേ ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മെല്ലെ ഇക്കാൻ്റെ അടുത്ത് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ബാക്കി ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. രാവിലെ ഞാൻ കുറച്ച് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ കുറച്ച് പിടി ഉണ്ടാക്കിയിട്ടിട്ട് ബീഫും പിടിയും ആക്കണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പുഡിങ്ങിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബ്രെഡും ഫ്രൂട്ട്സും കസ്റ്റാർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് സൂപ്പർ പുഡിംഗ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ദാ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ബ്രെഡ് സ്ലൈസ് എല്ലാം തന്നെ ജസ്റ്റ് പാനിലിട്ടിട്ട് 2 സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അവിടെ ഖത്തറിലായിരിക്കുമ്പോൾ ഞാനിവിടെ വീട്ടിലെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വ്ളോഗ് ഷെയർ ചെയ്തിട്ട് അത് കാണുമ്പോൾ പറയും നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ എനിക്കും ഉണ്ടാക്കി തരണം എന്ന്. എന്നിട്ട് നാട്ടിൽ വന്നാലോ ഇക്കാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാടൻ വിഭവങ്ങൾ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇക്കാക്ക് ഇഷ്ടമുള്ള നാടൻ വിഭവങ്ങളും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. പിന്നെ പോയി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും കേട്ടോ. ഇക്കാക്ക് നല്ലൊരു പാർട്ടി കൊടുത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കിയില്ല, ഇങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കിയില്ല എന്നൊക്കെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. പക്ഷേ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഇക്കാക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഗൾഫിൽ പോയാൽ എന്തുണ്ടാക്കിയാലും കഴിക്കും എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. കഥ പറച്ചിലിനടക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലിലോട്ട് ഒരു 2.25 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനിവിടെ ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം നെയ്യിലൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു കസ്റ്റാർഡ് മിക്സിലോട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് എന്താ ഈ ഒരു കുപ്പിയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അത് വേറൊന്നുമല്ല. ഇവിടെ മിൽക്ക് മെയ്ഡ് വാങ്ങിച്ച് അത് ഓപ്പൺ ചെയ്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈശുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് അതിൽ പോയിട്ട് കൈയിട്ട് തോണ്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കുമല്ലേ, കയ്യിൽ മുറിവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഞാൻ വേറെ ഇതുപോലൊരു ബോട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതാകുമ്പോൾ പിന്നെ വല്ലാണ്ട് അവൾക്ക് അറിയില്ല കേട്ടോ ഇതിലാണ് മിൽക്ക് മെയ്ഡ് എന്നുള്ളത്. ഇന്നിപ്പോൾ ഒരൊറ്റ ഐറ്റം പോരല്ലോ, വേറെയും പലതും ഉണ്ടാക്കാനുള്ളതല്ലേ. അപ്പോൾ தான் ഞാൻ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലോട്ട് ഉപ്പും ഓയിലും ചേർത്തിട്ട് പാസ്ത വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പുഡിംഗ് ട്രൈയിൽ ഞാൻ ആദ്യം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് നല്ല ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ബ്രെഡിലൊന്ന് കുത്തി കൊടുക്കണം. കാരണം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതിന് മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് സ്ലൈസ് നിരത്തി വെച്ച് കൊടുക്കുക. ശേഷം കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഫില്ലാവാത്ത ഈ ഒരു പോർഷനിൽ ഞാൻ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പുഡിങ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ഇനി അടുത്ത ഐറ്റം ചിക്കൻ സ്റ്റീക്ക് വിത്ത് വൈറ്റ് ഗാർലിക് സോസ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ബോൺലെസ് പീസ്, അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിലാണ് കേട്ടോ ശരിക്കും ഇതിൽ ചേർക്കേണ്ടത്. അതെൻ്റെ കയ്യിലില്ലാത്തത് കാരണം ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. സോറി, ഈ ചിക്കൻ്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടില്ല, വേറൊരു സോസും കൂടെ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു സോസ് നമുക്ക് ചിക്കനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിന് മുന്നായിട്ട് നമ്മളിതിൽ നേരത്തെ വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ശേഷം നമ്മൾ ഈ ഒരു സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിൽ നന്നായി ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ടർക്കിഷ് ചിക്കൻ പാസ്തയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കനിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അല്പം പുളിയുള്ള യോഗേർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഗ്യാസിൽ ഞാൻ ചിക്കൻ സ്റ്റീക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, പാസ്തയിലേക്കുള്ള ചിക്കന്, അതും ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചിക്കൻ സ്റ്റീക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രിൽ പാനിലോട്ട് അല്പം ബട്ടർ ചേർത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ഗ്രിൽ പാനിൽ 2 സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടെ പാസ്തയിലേക്കുള്ള ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാസ്തയൊക്കെ ഇവിടെ കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരുവിധം കുക്കിംഗ് ഒക്കെ ഞാൻ നമ്മുടെ അഗാരോ ഇമ്പീരിയൽ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ സെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ. അഗാരോൻ്റെ 5 ഡിഫറെൻറ്റ് ടൈപ്പ് നോൺ സ്റ്റിക്ക് യൂട്ടൻസിൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലെ ഒരു പാത്രമാണ് കേട്ടോ ഇത്. നേരത്തെ പുഡിങ്ങിലേക്കുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തതും പിന്നെ ആ ഫ്രൂട്ട്സ് സോട്ട് ചെയ്തെടുത്തതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുള്ള മറ്റ് പാത്രങ്ങളാണ്. ഇതും
അതിൽപ്പെട്ട മറ്റൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാ കാണാനും നല്ല അടിപൊളി ലുക്കാണ്, അതുപോലെ തന്നെ അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയ നോൺ സ്റ്റിക്ക് കുക്കർ സെറ്റ് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഗാരോ ഇമ്പീരിയൽ നോൺ സ്റ്റിക്ക് കുക്കർ സെറ്റ് വാങ്ങിച്ചോളൂ. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി വൈറ്റ് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലോട്ട് അല്പം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടറിൽ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 പാക്കറ്റ് പാൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വൈറ്റ് സോസ് നമ്മുടെ ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ടർക്കിഷ് പാസ്തയിലേക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 1 പാക്കറ്റ് പാലിൽ തയ്യാറാക്കിയത്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, അത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ വൈറ്റ് സോസിലോട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ ഞാൻ ഗാർലിക് വൈറ്റ് സോസാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഗാർലിക് സോസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മൈദ ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി പാസ്തയിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ സവാള, ക്യാപ്സിക്കം എന്നിവ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഒരു പർച്ചേസിങ് ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാ ഈ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അവിടെ സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ സ്വീറ്റ് കോണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ ഞാൻ ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് സോസിൽ നിന്ന് അല്പം മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് ടർക്കിഷ് ചിക്കൻ പാസ്തയാണ് റെഡിയാക്കണമെന്ന് പറഞ്ഞില്ലേ. ആദ്യം ഞാൻ വിചാരിച്ചത് കുറച്ച് ടർക്കിഷ് ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പാസ്ത ഉണ്ടാക്കണമെന്നായിരുന്നു. ഇപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ടർക്കിഷ് ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും പാസ്തയും എല്ലാം കൂടി ഈ ഒരു വൈറ്റ് സോസിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കാരണം ഇതിന് മുകളിൽ നമ്മൾ ഒരല്പം ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം ഓവനിലൊന്ന് ജസ്റ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ സ്റ്റീക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ മഷ്റൂം, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ക്യാരറ്റ് പിന്നെ പൊട്ടറ്റോ എന്നീ വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഞാനിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പോണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇക്കാക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോഴും ഇക്ക മക്കളും തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ പണികൾ ഏകദേശം തീരാറായപ്പോഴാട്ടോ ഇക്ക മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വസ്ഥമായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കുട്ടികളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉമ്മച്ചി ഇതെന്താ അതെന്താ അതായോ ഇതായോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്യണതാണ് കേട്ടോ. കാരണം ഇക്ക എൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. ഒന്നും കൂടി ഇക്കാനെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട്. നിങ്ങൾക്ക് ഉണ്ട് ആ ഒരു പ്രശ്നം. നന്നായിട്ട് ശ്രദ്ധിക്കും, നോക്കും, ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഒക്കെ ചെയ്യും കേട്ടോ. എന്നാലും പോയി കഴിഞ്ഞാൽ തോന്നും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ. പിന്നെ ഇക്കാക്ക് ഞാൻ പറഞ്ഞില്ലേ നാടൻ ഐറ്റംസിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ആൾ കഴിക്കും. ഇനിയിപ്പോൾ എത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും നമ്മളെ സങ്കടപ്പെടുത്തൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ ആ ഒരു ബീഫ് പിടിയിലാണ്. കാരണം അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ സ്റ്റീക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബാക്കിയുള്ള ഓയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പാനിൽ ഇത് സോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാനിലോട്ട് ഈ വെജിറ്റബിൾസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പൈസി ആവണമല്ലോ, ഒരു ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടറും പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി, ഉപ്പും സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ചിക്കൻ സ്റ്റീക്ക് ഫ്രൈ ചെയ്തെടുത്തുള്ള ബാക്കിയുള്ള ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പക്ഷേ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഉപ്പും പുളി ഇല്ലാണ്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിതിൽ എക്സ്ട്രാ ഒന്നും കൂടെ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഓവനിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പാനിൽ ചെയ്ത് കാണിച്ചതാണ്. പിന്നെ ഈ ഒരു കിഴങ്ങുണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്.
ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഗാർലിക് റൈസും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ അവിടെ മൊത്തത്തിൽ പരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടെ കഴിയുമ്പോഴത്തേന് പാത്രങ്ങൾ കുന്നുപോലെ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതാ നമ്മുടെ ബീഫ് പിടിയിലേക്ക് ഉള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതാ ഞാനിവിടെ തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ടൊരു 4-5 അല്ലി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഈ തേങ്ങ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പൊടി വാട്ടാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പൊടിയാണ് വാട്ടിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് അരപ്പും പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഒഴിക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും പൊടിയും കൂടെ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഗാർലിക് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബസ്മതി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബീഫിലേക്കുള്ള പിടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പൊടി വാട്ടിയെടുത്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടെ തന്നെ ഈ ഒരു പിടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും എനിക്ക് മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോനുട്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബീഫ് പിന്നെ നേരത്തെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പണി ലാഭമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബീഫിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പിടിയും ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗാർലിക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ക്യാപ്സിക്കം, സവാള എന്നിവ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരല്പം സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്വീറ്റ് കോണും ക്യാപ്സിക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഗാർലിക് റൈസിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഗാർലിക് റൈസ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാവും. ഈ ബീഫിൽ ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പിടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗാർലിക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ മസാലയിലോട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് റൈസിന് മുകളിലായിട്ട് ഞാൻ ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇനി നമ്മുടെ ബീഫ് പിടി ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ വെളിച്ചെണ്ണയിലോട്ട് അല്പം വലിയ ജീരകം ഒന്ന് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എണ്ണയിൽ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഫുഡ് ഏകദേശം സെർവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാസ്തയിലേക്ക് അല്പം ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഈ സവാള എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് പിടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ബീഫ് പിടി നമ്മൾ പല രീതിയിലും ഉണ്ടാക്കും. ഞാൻ തന്നെ പല ഐറ്റംസും കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടെയാണ് കേട്ടോ. ഇക്ക വന്നാൽ എപ്പോഴും ഇത് ഉണ്ടാക്കിപ്പിക്കും. അപ്പോൾ ഈ സവാളയിൽ നന്നായിട്ട് ഈ ബീഫും പിടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരല്പം മല്ലിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്, അടിപൊളിയാണ് കേട്ടോ. വേറെ ലെവൽ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ടർക്കിഷ് പാസ്തയിലേക്ക് ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഓവനിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഫുഡ് സെർവ് ചെയ്യണ ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ ചീസ് ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കാരണം അതിങ്ങനെ ചൂടോടുകൂടെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഗാർലിക് റൈസ്, ചിക്കൻ സ്റ്റീക്ക്, വൈറ്റ് സോസ്, വെജിറ്റബിൾസ് ഇതെല്ലാം കൂടെ ഒന്ന് ഈ പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഗാർലിക് റൈസ് ഒരു പോർഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂറ്റി കിട്ടൂല കേട്ടോ. അതിനിടയ്ക്ക് ഞാനിവിടെ ഈ ബീഫ് പിടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടർക്കിഷ് ചിക്കൻ പാസ്ത സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചീസൊക്കെ മെൽറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെപ്പോഴും നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യണ ആ ഒരു ടൈമിൽ സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. എങ്കിലേ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇതാ ഏകദേശം ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വീണ്ടും ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്.
ചിക്കനും വെജിറ്റബിൾസും വീണ്ടും ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഇതാ ഈ ഒരു റൈസിൻ്റെ അടുത്ത പോർഷനായിട്ട് ഞാനിതാ ഈ ഒരു ചിക്കൻ സ്റ്റീക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു സൈഡിലായിട്ട് വെജിറ്റബിൾസും അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു വൈറ്റ് സോസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരല്പം ജിഞ്ചർ ടീ കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും നല്ലൊരു ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ കൂടെ ജിഞ്ചർ ടീ കുടിക്കുകയാണെങ്കിൽ വയറിന് നല്ല ആശ്വാസമായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3-4 ഏലക്ക കൂടെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാനിവിടെ ആ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സോണിറ്റി അവിടെ നൈഫും ഫോർക്കും സ്പൂണും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് വേണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരൊറ്റ എണ്ണത്തിന് അതെല്ലാം കൂടെ വെച്ചിട്ട് കഴിക്കാൻ കഴിയൂല എന്നുള്ളതാണ് സത്യം. വീട്ടിലൊരു കുഞ്ഞു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബെസ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാം തന്നെ വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ആ ഗസ്റ്റിൻ്റെ ഇടയിൽ ഒന്ന് സ്റ്റാർ ആവുകയും ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ മക്കളൊക്കെ ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇക്കാക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പറയും ഇതൊക്കെ കൂടെ ഞാൻ എങ്ങനെ കഴിക്കാമെന്ന്. ഭയങ്കര സങ്കടം. ഈ സോസ് നോക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തൻ്റെ തള്ളു കേട്ടോ. അതിന് പേര് ഇട്ടു കേട്ടോ. ഇത് ഫ്രാൻസിസ്കോ റൈസ് അത്രേ. പഠിച്ചോണ്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാ ഇക്കാക്ക് ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും ഇഷ്ടമായി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇക്ക അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതല്ലേ, അത് അങ്ങനെ കേൾക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. പക്ഷേ ഇത് അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കണ ഏതാലേ അടിപൊളി അല്ല എന്ന് പറയൽ. എന്താണെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ ഇക്കാക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാൻ പറ്റി. ഇനി ഇക്ക ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ. ഇക്ക പോയി. ഏകദേശം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 1 വീക്കായി പോയിട്ട്. ഇപ്രാവശ്യം ഇക്ക ഞങ്ങളുടെ കൂടെ 6 മാസം നാട്ടിൽ നിന്നിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. അതായത് 180 ദിവസത്തേക്ക് ഒരു 2-3 ദിവസം ബാക്കി നിൽക്കുകയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു 8 മാസം കൂടെ ഉണ്ടായിരുന്നു ഇക്ക. അൽഹംദുലില്ലാ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഇനി അടുത്ത വരവ് വരെ ഓർത്ത് വെക്കാനുള്ള ഒത്തിരി നല്ല ഓർമ്മകളും സമ്മാനിച്ച് ഇക്ക പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് ഉപ്പച്ചിയും മക്കളും പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഇക്ക പാത്രങ്ങൾ കഴുകണത് വീഡിയോയിൽ കാണിക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കാണിക്കും. കാരണം ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട് മാത്രങ്ങൾ കണ്ടാൽ പോരല്ലോ, ലാസ്റ്റ് ഇവരുടെ കഷ്ടപ്പാടും നിങ്ങൾ കാണണ്ടേ. അപ്പോൾ ഓക്കെ മക്കളെ, വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.